പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ സ്വദേശിയായ രതീശചന്ദ്രൻ ശരീരം തടഞ്ഞ് കിടപ്പിലാണ്. ഇദ്ദേഹം ചികിത്സാ ധനസഹായം അനുവദിച്ചു നൽകുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. 18ാമത്തെ വയസ്സ് മുതലാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന ഈ അസുഖം ഉണ്ടായത്. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇതിന്റെ ചികിത്സ. അവിടുന്ന് പിന്നെ ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റലിലായിരുന്നു ഇത് ടെസ്റ്റ് ചെയ്ത്, മസിൽ കട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത്. അങ്ങനെയാണ് ഈ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് 1,100-200 പേർക്ക് വരുന്ന അത്യപൂർവമായ ഒരു രോഗമെന്ന് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ അവിടുത്തെ കുറെ ചികിത്സ അങ്ങനെ ചെയ്തു. പിന്നെ അങ്ങനെ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ ഉണ്ടായിരുന്ന ഒരു സഹോദരനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കുമ്പനാട്ട് വെച്ച് ഒരു ആക്സിഡന്റിൽ അവനും മരിച്ചു. പിന്നെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അത് കാരണം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് അപേക്ഷ പരിഗണിച്ച പ്രകാരം എനിക്ക് ചികിത്സാ സഹായം അനുവദിച്ചു. റേഷൻ കാർഡ് APL നിന്ന് BPL ആക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ജനസമ്പർക്ക പരിപാടിക്ക് അതെനിക്ക് വളരെ വളരെ മുഖ്യമന്ത്രിയുടെ അങ്ങേയറ്റത്തെ എൻ്റെ സ്നേഹവും പിന്നെ അഭിവാദ്യവും അർപ്പിച്ചിരിക്കുന്നു.